മലങ്കര ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടു. ഇടുക്കി മലങ്കര ഡാമാണ് ജലനിരപ്പ് ക്രമീകരിക്കാൻ വേണ്ടി തുറന്നുവിട്ടിരിക്കുന്നത്. 6 ഷട്ടറുകളിൽ 5 എണ്ണം തുറന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. 5 ഷട്ടറുകളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിൽ ഇതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഉയരും. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഈ 2 ആറുകളുടെയും തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നു. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ശരിക്കും ഈ മുന്നറിയിപ്പ് കൊടുക്കാതെ ഈ മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കാൻ എന്താണ് കാരണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണവും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നോ PRDയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ജലവിഭവ വകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ മലങ്കര ഡാം ഈ മൂലമറ്റം പവർ ഹൌസിലെ ജനറേഷന് ശേഷം പുറത്തേക്ക് വരുന്ന വെള്ളം കൊണ്ട് നിറയുമ്പോൾ സാധാരണ തുറക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല. ഇപ്പോൾ മഴക്കാലം തുടങ്ങിയിരിക്കുകയാണ്. സാധാരണ മഴക്കാലം തുടങ്ങിയ ശേഷം ഈ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുകയാണെങ്കിൽ അത് കൃത്യമായി ജനങ്ങളെ അറിയിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാറുള്ളതാണ്. ഇത്തവണ അത് സ്വീകരിച്ചില്ല. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ മഴ പെയ്ത് തൊടുപുഴയാറിന്റെ കൈവരികളിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം അതിഭീകരമായ അളവിലാണ്. ഒരുപക്ഷെ ഈ തൊടുപുഴയാറിലും അതുപോലെ തന്നെ മൂവാറ്റുപുഴയാറിലും ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ മുന്നറിയിപ്പില്ലാതെ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ കൂടി തുറന്നു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചില്ലറയായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെങ്കിൽ ഈ ഷട്ടറുകൾ ഈ മഴക്കാലത്ത് തുറക്കുമ്പോൾ കൃത്യമായ മുന്നറിയിപ്പ് കൊടുക്കേണ്ടതാണ്. അതിവിടെ പാലിച്ചിട്ടില്ല എന്നുള്ള ഒരു മര്യാദകേട് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നിലവിൽ 6 ഷട്ടറിൽ 5 ഷട്ടറും ഉയർത്തിയിരിക്കുകയാണ്. തൊടുപുഴയാറിലേക്കാണ് ഈ വെള്ളം ആദ്യം ഒഴുകിയെത്തുന്നത്. പിന്നീട് അത് മൂവാറ്റുപുഴ ആറുമായിട്ട് ചേരുകയാണ്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടുത്തുന്ന അളവിലേക്ക് ജലനിരപ്പ് ഈ ആറുകളിൽ ഉയർന്നിട്ടില്ല. പക്ഷേ മഴ കനക്കുകയാണെങ്കിൽ മഴവെള്ളം കൂടി ഉയർന്നാൽ ഈ ജലനിരപ്പ് ഉയരും. അത് മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് താമസിക്കുന്നവർക്ക് എല്ലാ വർഷത്തെ പോലെയും ഈ തവണയും ആശങ്ക നേരത്തെ ഉണ്ടാക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ അധികൃതർ അടിയന്തരമായി ഇത്തരം നടപടികളിൽ ഒരു കാര്യക്ഷമമായ ഇടപെടൽ നടത്തണം. കാരണം ഈ മലങ്കര ഡാമിന്റെ ഷട്ടറുകളൊക്കെ തുറക്കുമ്പോൾ അത് പറയുക എന്നുള്ളൊരു മര്യാദ അത് PRD കാണിക്കേണ്ടതാണ്. PRDയുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള അനുഭാവപൂർവ്വമായിട്ടുള്ള നടപടി ഈ മഴക്കാലം തുടങ്ങിയതിനു ശേഷം പലപ്പോഴും ഉണ്ടായിട്ടില്ല. പല വിവരങ്ങളും അവർ കൃത്യമായി അറിയിക്കാറില്ല. ഈ ഷട്ടറുകൾ തുറക്കുന്നതാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമീകരണങ്ങൾ ജില്ലയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും PRD വഴി കൃത്യമായി ലഭിക്കുന്നില്ല. ജില്ലാ ഭരണകൂടം എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും PRD അത് മാധ്യമങ്ങളെ അറിയിക്കുന്നതിനോ ജനങ്ങളെ അറിയിക്കുന്നതിനോ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. അതിലൊരു വീഴ്ച, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ചയാണ് ഇപ്പോൾ ഈ മലങ്കര ഡാമിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിലെ മലങ്കര ഡാം 5 ഷട്ടറുകൾ തുറന്നു, എന്നാൽ ഇതിനുള്ള മുന്നറിയിപ്പുകൾ നൽകിയില്ല. മൂവാറ്റുപുഴ ആറിൻ്റെയൊക്കെ തീരത്ത് താമസിക്കുന്ന ആളുകൾ എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കണം. അതുപോലെ ഈ തൊടുപുഴയിലും മൂവാറ്റുപുഴയിലും ഈ ആറ് ഒഴുകി വരുന്ന സ്ഥലത്തിൻ്റെ ഇരു പ്രദേശങ്ങളും താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമുണ്ട്. കാര്യം ഈ ആറുകളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. ആകെ 6 ഷട്ടറുകളാണ് ഈ മലങ്കര ഡാമിനുള്ളത്. 5 ഷട്ടറുകളും തുറന്നു കഴിഞ്ഞു. എന്നാൽ ജില്ലാ ഭരണകൂടം ഒരു മുന്നറിയിപ്പും നൽകിയില്ല. സാധാരണ ഈ വൈദ്യുത ഉൽപ്പാദനം നടക്കുന്ന വേളയിലൊക്കെ തന്നെ അതിനുശേഷം ഈ ഡാമുകൾ തുറക്കുന്ന പതിവാണ്, ചിലപ്പോൾ അറിയിക്കാറുള്ളൂ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ആറുകളിലൊക്കെ വെള്ളം കൂടിക്കിടക്കുന്ന ഈ വേളയിൽ മുന്നറിയിപ്പ് നൽകാതെ ഈ ഷട്ടറുകൾ തുറന്നാൽ പ്രശ്നങ്ങളുണ്ടാകും.